നമസ്തേ. ഇന്ന് 1201 ചിങ്ങമാസം 26-ാം തീയതി 2025 സെപ്റ്റംബർ മാസം 11-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് അശ്വതി നക്ഷത്രം 19:18 അതായത് ഉച്ചയ്ക്ക് 1:59 വരെ അശ്വതി നക്ഷത്രമുള്ള ദിവസമാണെന്ന്. ഇന്ന് കറുത്ത പക്ഷത്തിലെ ചതുർത്ഥി തിഥി 16 ശിഷ്ടമാണ്. അതായത് ഉച്ചയ്ക്ക് 12:42 വരെ ചതുർത്ഥി തിഥിയാണ്. മേടക്കൂറിലെ ആദ്യത്തെ നക്ഷത്രമാണ് അശ്വതി. 2.25 നക്ഷത്രമുള്ള മേടക്കൂറിലെ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. പൂർണ്ണ നക്ഷത്രമാണ്. മേടക്കൂറിലെ പൂർണ്ണമായിട്ടുള്ള നക്ഷത്രങ്ങൾ 2 അശ്വതിയും ഭരണിയും. ഇന്ന് മധ്യാഹ്നം വരെ അശ്വതിയും മധ്യാഹ്നത്തിന് ശേഷം ഭരണിയും വരുന്നുണ്ട്. അശ്വതി നക്ഷത്രത്തിൻ്റെതായ ഈ സമയത്തുള്ളതായ സ്ഥിതിവിശേഷങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഗുണകരമായ ഒരു ഫലങ്ങളല്ല അശ്വതിക്കാർക്ക് ഈ വർഷത്തിൽ, പ്രത്യേകിച്ച് ഈ ചിങ്ങം കന്നി മാസങ്ങളിലൊക്കെ അനുഭവപ്പെടുന്നത്. 12ാമത്തെ രാശിയിൽ ശനി നിൽക്കുന്നു. അത് 7.2 ശനിയാണ്. 3ാമത്തെ രാശിയിൽ വ്യാഴം നിൽക്കുന്നു. ശുഭകരമാകുന്ന അനുഭവങ്ങളല്ല. പിന്നെ ഓരോരുത്തരുടെയും ജാതകത്തിൻ്റെ സ്ഥിതിയും അവരുടെ ലഗ്നസ്ഥിതിയും ജനനവശാലുള്ളതായ ഗുണങ്ങളെ അനുസരിച്ചിട്ടായിരിക്കും അവർക്കുണ്ടാക്കുന്ന നന്മതിന്മകളെ സംബന്ധിച്ച് പറയേണ്ടത്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണുന്നതായ ഒരു സ്ഥിതി അനുസരിച്ചിട്ട് സഹോദരാദികൾ, സ്വജനങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരുമായിട്ടൊക്കെ പിണങ്ങാനിട വരും. വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാക്കും. മാനസികമാകുന്ന ദുഃഖങ്ങൾക്കിട വരുത്താം. ധനപരമായ കൊടുക്കൽ വാങ്ങലുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ നഷ്ടങ്ങൾ വരാം. അശ്വതി നക്ഷത്രക്കാരുടെ പൊതുവിലുള്ള ഒരവസ്ഥ എന്ന് പറയുമ്പോൾ ജനനകാലം, ബാല്യകാലം കേതുർ ദശയിലാണ് അവർക്ക് ജനനം. ശേഷം വരുന്ന 20 വർഷത്തെ ശുക്രദശാകാലം, ശുക്രൻ നല്ല സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും കുടുംബപരമായും ഒക്കെ ഗുണങ്ങൾ ലഭിച്ചേക്കാം. അതിൽ തുടർന്ന് വരുന്ന ആദിത്യ ദശ വേണ്ടത്ര തൃപ്തികരമല്ലെങ്കിലും ജനനവശാൽ ആദിത്യൻ നല്ല സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൊഴിൽപരമാകുന്ന ഗുണങ്ങളും ഒക്കെ ലഭിക്കാനും ജീവിതത്തിനൊരു അടിത്തറ ഉണ്ടാക്കാനും ഒക്കെ കഴിയുന്ന ഒരു നക്ഷത്രസ്ഥിതിയാണ്. ശേഷം ചന്ദ്രദശയും തുടർന്ന് ചൊവ്വാദശയും അതിൽ തുടർന്ന് രാഹുർദശയും ഇങ്ങനെ സമ്മിശ്രമായി പോകുന്ന ഒരു ഫലസ്ഥിതിയുള്ള നക്ഷത്രജാതമാണ്. പൊതുവിൽ ദേവഗണത്തിൽപ്പെടുന്ന പുരുഷ നക്ഷത്രമാണ് അശ്വതി. കാര്യഗൗരവമുള്ള, മറ്റ് ആൾക്കാരുമായിട്ടൊക്കെ ഇടപെടാനുള്ളതായ ഭരണ നേതൃത്വമുള്ള, കാര്യവിചാരമുള്ള ഒരു നക്ഷത്രത്തിൽപ്പെടുന്നതാണ് അശ്വതി. പുരുഷന്മാർക്ക് ഇത് കൂടുതൽ ഗുണങ്ങൾ ചെയ്യുകയും സ്ത്രീകൾക്ക് ഗുണങ്ങൾ ചെയ്യുമെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ, സമൂഹത്തിന് മുന്നിലൊക്കെ അവർ എങ്ങനെ ധിക്കാരികളെന്നോ അല്ലെങ്കിൽ അതേപോലുള്ളതായ ചില പേരുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടെ ഉള്ള നക്ഷത്രമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വിഷയത്തിലും അതിൻ്റെ ന്യായവശം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മുന്നിൽ കയറി അഭിപ്രായങ്ങളൊക്കെ പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നക്ഷത്രമായതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഒരുപക്ഷെ അങ്ങനെയുള്ളതായ കാരണങ്ങൾ വരുന്നത്. പക്ഷേ എങ്കിലും പറയുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കുകയും അത് മറ്റൊരാളിന് ഖണ്ഡിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളാകുമ്പോഴത്തേക്കും സമൂഹം അംഗീകരിക്കും. അപ്പം നല്ല നക്ഷത്രങ്ങളിൽ പെടുന്ന ഒന്നാണ് അശ്വതി നക്ഷത്രം. പൊതുവിൽ നല്ല ഫലങ്ങളുണ്ടാകും. ഇപ്പോഴത്തെ ഈ വർഷത്തെ ഈ ചിങ്ങകന്നി മാസങ്ങളിൽ ഈ നക്ഷത്രത്തിനുള്ളതായ പോരായ്മകളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക, ഭരദേവതകളെ പ്രാർത്ഥിക്കുക, ശാസ്താവിനെയും ശിവനെയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ വേണ്ടുന്ന വഴിപാടുകൾ അവരവരുടെ നക്ഷത്രസ്ഥിതിയും പ്രായസ്ഥിതിയും ഒക്കെ അനുസരിച്ചിട്ട് നോക്കി അതിന് വേണ്ടുന്ന വിധത്തിലുള്ളതായ പരിഹാരങ്ങൾ ചെയ്യുന്നതായിരിക്കും ഉത്തമം. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ.